പ്രിയ വിദ്യാർത്ഥികളെ, ഫസ്റ്റ് ചാപ്റ്ററിലെ കോർഡിനേഷൻ ഈ ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കോർഡിനേഷൻ ഈസ് ദ ബേസ് ഓർ പ്രൈമറി ഫങ്ഷൻ ഓഫ് എവറി മാനേജർ because various departments of an organization are working independently and there is need to coordinate their activities. നമുക്കറിയാം, ഒരു ഓർഗനൈസേഷനിൽ ഒന്നിലധികം ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാകുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഓർഗനൈസേഷൻ്റെ പൊതുവായ ലക്ഷ്യം നേടിയെടുക്കണമെങ്കിൽ ഈ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഒരേ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുകയും അവർ തമ്മിൽ ഒരു കോർഡിനേഷൻ ആവശ്യമായി വരുന്നുണ്ട്. കോർഡിനേഷൻ is the process by which managers synchronize the activities of different departments to ensure unity of action. ഓക്കെ, കോർഡിനേഷൻ എന്ന് പറയുന്നത് ഒരു തരം പ്രോസസ്സാണ്. എങ്ങനെയാണ്? ബൈ വിച്ച് മാനേജേഴ്സ് സിങ്ക്രണൈസ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. സ്ഥാപനത്തിനുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ കൂട്ടിയോജിപ്പിക്കുന്ന, അതായത് ഒരേ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി, ഒരേ തരം പ്രവർത്തനത്തിലേക്ക് എത്താൻ വേണ്ടി കൂട്ടിയോജിപ്പിക്കുന്ന സിങ്ക്രണൈസിങ് പ്രോസസ്സിനെയാണ് നമ്മൾ കോർഡിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊരു ഉദാഹരണത്തിലൂടെ അത് നോക്കാം. ഉദാഹരണമായി, സപ്പോസ് ഇൻ എ വാട്ടർ ടാങ്ക് മാനുഫാക്ചറിംഗ് കമ്പനി ഇറ്റ് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് ഹാസ് റിസീവ്ഡ് ആൻ ഓർഡർ ഓഫ് 500 യൂണിറ്റ്സ്. ഒരു വാട്ടർ ടാങ്ക് മാനുഫാക്ചറിംഗ് കമ്പനി, അവിടെ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് 500 യൂണിറ്റിൻ്റെ ഒരു ഓർഡർ റിസീവ് ചെയ്യാണ്. ഈ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആ 500 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഈ പ്രൊഡക്ഷൻ യൂണിറ്റ് 500 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിനാവശ്യമായ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെ ആ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ ടൈംലി ആയിട്ട് അവിടേക്ക് ഫിനാൻസ് ലഭ്യമാക്കിയിട്ടിരിക്കണം. Okay, thus, if production and sales plans are not properly coordinated, ഇവിടെ പ്രൊഡക്ഷനും അതേപോലെ തന്നെ സെയിൽസും ഒരുപോലെ, രണ്ട് പ്ലാനുകളും ഒരുപോലെ കോർഡിനേറ്റ് ചെയ്താൽ മാത്രമേ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. ഓക്കെ, thus, if production and sales plans are not properly coordinated, objectives in respect of these activities of an enterprise cannot be efficiently accomplished. എഫിഷ്യൻ്റായിട്ട് അക്കോംപ്ലിഷ് ചെയ്യണമെങ്കിൽ, കൃത്യസമയത്ത് തന്നെ കാര്യങ്ങൾ പൂർത്തിയാക്കണം എങ്കിൽ അവിടെ ഒരു കോർഡിനേഷൻ ആവശ്യമാണ്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് കോർഡിനേഷൻ എസെൻസ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ എസെൻസ് ഓഫ് ആണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാൻ വളരെ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസായ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ്, ഈ 5 ഫങ്ഷനും വളരെ നന്നായിട്ട് ചെയ്താൽ പോലും ആ ഫങ്ഷനുകളെ പരസ്പരം ഒരു കോർഡിനേഷൻ നടത്തിയാൽ മാത്രമേ ഒരു ഓർഗനൈസേഷൻ സക്സസ്ഫുള്ളായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. സോ ഇറ്റ് ഈസ് റൈറ്റ്ലി സെഡ് ദാറ്റ് coordination is the orderly arrangement of group efforts to provide unity of action in the pursuit of common purpose. അതുകൊണ്ടാണ് പറയുന്നത് കോർഡിനേഷൻ എന്ന് പറയുന്നത് ഗ്രൂപ്പ് എഫേർട്ടുകളുടെ ഓർഡർലി അറേഞ്ച്മെൻറ്റ്, ക്രമാനുഗതമായ പ്രവർത്തനമാണ്, അറേഞ്ച്മെൻ്റാണ്. ടു പ്രൊവൈഡ് യൂണിറ്റി ഓഫ് ആക്ഷൻ ഇൻ ദ പെർസ്യൂട്ട് ഓഫ് കോമൺ പർപ്പസ്. പൊതു ലക്ഷ്യം നേടാൻ വേണ്ടി വിവിധ പ്രവർത്തനങ്ങളെ ക്രമാനുഗതമായി കൂട്ടിയോജിപ്പിക്കുന്ന ആ പ്രോസസ്സിനെ നമുക്ക് കോർഡിനേഷൻ എന്ന് പറയാം. കോർഡിനേഷൻ ഈസ് നീഡഡ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ഫോർ ഓൾ ദ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. എല്ലാ ഫങ്ഷൻസിലും കോർഡിനേഷൻ ആവശ്യമാണ്. അതേപോലെ തന്നെ എല്ലാ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിലും കോർഡിനേഷൻ ആവശ്യമാണ്. കോർഡിനേഷൻ ഈസ് കൺസിഡേർഡ് ആസ് എസെൻസ് ഓഫ് മാനേജ്മെൻറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് ദ ഫോഴ്സ് ദാറ്റ് കണക്ട് ഓൾ അതർ മാനേജീരിയൽ ഫങ്ഷൻ. എല്ലാ മാനേജീരിയൽ ഫങ്ഷനെയും വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ കണക്ഷൻ ഫോഴ്സാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിനെ നമുക്ക് എസെൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയാം. ഏതുപോലെ, ലൈക്ക് ഇൻ എ കോൺക്രീറ്റ് മിക്സ്, സിമെൻറ്റ് ഇസ് ആൻ എസെൻഷ്യൽ പാർട്ട് ഫോർ ദ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ഓൾ മാനേജീരിയൽ ഫങ്ഷൻ റിക്വയേഴ്സ് കോർഡിനേഷൻ. കോൺക്രീറ്റ് മിക്സിൽ സിമെൻറ്റ് എന്ത് ഫങ്ഷൻ ചെയ്യുന്നോ അതേപോലെയാണ് മാനേജീരിയൽ ഫങ്ഷൻസിൻ്റെ സ്മൂത്ത് ഫങ്ഷനിങ് ഉറപ്പുവരുത്താൻ വേണ്ടി കോർഡിനേഷൻ ചെയ്യുന്നത്.
ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനിൽ കണ്ടോ, ഏറ്റവും സെൻട്രൽ പോയിന്റിലാണ് കോർഡിനേഷൻ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് ചുറ്റും സർക്കുലറായിട്ട് മാനേജീരിയൽ ഫങ്ഷൻസ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് കോർഡിനേഷൻ ദ എസൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതിൻ്റെ കാരണങ്ങൾ ഒന്നുകൂടി വിശദമായി നോക്കാം. കോർഡിനേഷൻ ബ്രിങ്സ് യൂണിറ്റി ഓഫ് ആക്ഷൻ ആൻഡ് ഇൻ്റഗ്രേറ്റ്സ് ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ഓഫ് ഓർഗനൈസേഷൻ. Coordination is considered as essence of management because of the following reason. ഇനി പറയുന്ന കാരണങ്ങൾ 3 കാരണങ്ങളാണ് പ്രധാനമായും പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ, കോർഡിനേഷൻ ഈസ് നീഡഡ് ടു പെർഫോം ഓൾ ദ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിലെ എല്ലാ ഫങ്ഷൻസും പെർഫോം ചെയ്യണമെങ്കിൽ അവിടെ കോർഡിനേഷൻ ആവശ്യമാണ്. ഇൻ പ്ലാനിംഗ്, കോർഡിനേഷൻ ഈസ് റിക്വയർഡ് ബിറ്റ്വീൻ മെയിൻ പ്ലാൻ ആൻഡ് സപ്പോർട്ടീവ് പ്ലാൻ ഓഫ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. പ്ലാനിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ ഓർഗനൈസേഷന് മൊത്തമായിട്ടൊരു മെയിൻ പ്ലാനും ഉണ്ടാവും, ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് സപ്പോർട്ടീവ് പ്ലാനുകളും ഉണ്ടാവും. അത് പ്രോപ്പറായി കോർഡിനേറ്റ് ചെയ്യപ്പെടണം. ദെൻ കോർഡിനേഷൻ ഗിവ്സ് മോർ മീനിങ് ടു ഓർഗനൈസേഷൻ ഫംഗ്ഷൻ. ഓർഗനൈസിങ് എന്ന് പറയുന്ന പ്രോസസ്സിലേക്കും ഫംഗ്ഷനിലേക്ക് പോകുമ്പോഴും കോർഡിനേഷൻ ഉണ്ടാകുമ്പോഴാണ് ആ ഓർഗനൈസിങ് വളരെ എഫിഷ്യൻ്റ് ആവുന്നത്. അടുത്ത ഫംഗ്ഷൻ സ്റ്റാഫിംഗ്. In staffing, coordination is required between skill of a person and job assigned to him. ഇവിടെ കോർഡിനേഷൻ എന്ന് പറയുന്നത് ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായ സ്കില്ലുകളാണുള്ളത്. ആ സ്കില്ലിന് അനുസരിച്ച ജോബിലേക്ക് അയാളെ റിക്രൂട്ട് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അത്തരം ഒരു കോർഡിനേഷൻ ഉണ്ടാകുമ്പോഴാണ് സ്റ്റാഫിംഗ് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് പോകുന്നത്. ഇൻ ഡയറക്റ്റിംഗ്, കോർഡിനേഷൻ ഈസ് റിക്വയർഡ് ബിറ്റ്വീൻ സുപ്പീരിയർ ആൻഡ് സബോർഡിനേറ്റ് ഓർഡേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ്. സുപ്പീരിയറും സബോർഡിനേറ്റും തമ്മിൽ ഒരു വളരെ നന്നായിട്ടൊരു കോർഡിനേഷൻ ഉണ്ടായിരിക്കണം. അതേപോലെ ഓർഡേഴ്സ് കൊടുക്കുമ്പോഴും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുമ്പോഴും അത് പ്രോപ്പറായിട്ട് എല്ലാ സ്ഥലത്തേക്കും എത്തുന്നുണ്ട്, വേണ്ട പോലെ എത്തുന്നുണ്ട് എന്ന ഒരു കോർഡിനേഷൻ ആവശ്യമാണ്. ദസ് ഇറ്റ് ഈസ് ദ കീ ടു ഓൾ മാനേജീരിയൽ ഫംഗ്ഷൻ. ഇങ്ങനെ മാനേജ്മെൻറ്റിൻ്റെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്ന 5 ഫംഗ്ഷനിലും ഈ പറയുന്ന കോർഡിനേഷൻ ആവശ്യമാണ്. Then coordination is required at all levels of management. ഇനി ലെവൽസ് ഓഫ് മാനേജ്മെൻ്റ് ആക്കി വെച്ച് നോക്കുകയാണെങ്കിൽ ടോപ്പ് ലെവലിലും മിഡിലും ലോവർ ലെവലിലും ഇത് ആവശ്യമാണ്. ടോപ്പ് ലെവൽ റിക്വയേഴ്സ് കോർഡിനേഷൻ ടു ഇൻ്റഗ്രേറ്റ് ഓൾ ദ ആക്ടിവിറ്റീസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഗോൾ. ഓർഗനൈസേഷണൽ ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ ആ ടോപ്പ് ലെവലിലുള്ള പ്രവർത്തനങ്ങൾ, അതായത് നന്നായി പ്ലാൻ ചെയ്യണം, അതിനാവശ്യമായ ഫണ്ട് മൊബിലൈസ് ചെയ്യുക, ഇങ്ങനെ ടോപ്പ് ലെവൽ തീരുമാനങ്ങൾ വളരെയധികം ഇൻ്റഗ്രേറ്റഡ് ആയിരിക്കണം, കോർഡിനേറ്റഡ് ആയിരിക്കണം. ദെൻ മിഡിൽ ലെവൽ റിക്വയേഴ്സ് കോർഡിനേഷൻ ടു ബാലൻസ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. നമുക്കറിയാം മിഡിൽ ലെവൽ എന്ന് പറയുന്നത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുകൾ ചേർന്നതാണ്. അതുകൊണ്ട് തന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനങ്ങളെ അവരുടെ ഹെഡുകൾ പരസ്പരം അത് കോർഡിനേറ്റ് ചെയ്താൽ മാത്രമേ അത് നന്നായിട്ട് പ്രവർത്തിക്കുന്നുള്ളൂ. Then lower level requires coordination to integrate the activities of workers towards the achievement of organizational objectives. ഇതിനെ ട്രാൻസാക്ഷൻ നടത്താൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ആക്ടിവിറ്റി ഏറ്റവും നന്നായിട്ട് നടക്കണമെങ്കിൽ അത് വർക്കേഴ്സിലേക്ക്, അതായത് ടോപ്പ് ലെവലിൽ പ്ലാൻ ചെയ്തിരിക്കുന്ന അതേ കാര്യങ്ങൾ അതേപോലെ ലോവർ ലെവലിലേക്ക് ഇൻറ്ററാക്ട് ചെയ്ത് കൊടുക്കാൻ വർക്കേഴ്സിനോട് ഇൻറ്ററാക്ട് ചെയ്യാൻ സാധിക്കണം. അത് ചെയ്യുന്നത് ലോവർ ലെവലാണ്. സോ കോർഡിനേഷൻ എന്ന് പറയുന്നത് ടോപ്പ് ലെവലിലും മിഡിൽ ലെവലിലും ലോവർ ലെവലിലും ആവശ്യമാണ്. ദെൻ അടുത്തതായിട്ട് കോർഡിനേഷൻ is the most important function of an organization. ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. Any company which fails to coordinate its activities cannot survive and run successfully for a long period of time. ഒരുപാട് കാലത്തേക്ക് വളരെ സക്സസ്ഫുള്ളായിട്ട് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ അവിടെ വളരെ എഫിഷ്യൻ്റായ ഒരു കോർഡിനേഷൻ ഉണ്ടായിരിക്കണം. There should be a coordination of activities of different departments which work independently. അവിടെയാണ് ഈ ഭാഗമാണ് ഏറ്റവും ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വതന്ത്രമായി അവർക്ക് ആവശ്യമായ റിസോഴ്സസ് ഉണ്ട്, അവരുടെ സ്വന്തം പ്ലാനുകളുണ്ട്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഓർഗനൈസേഷണൽ ഗോളുമായിട്ട് റിലേറ്റ് ചെയ്ത് അച്ചീവ് ചെയ്ത് പോകണമെങ്കിൽ ഒരു കോർഡിനേഷൻ, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനങ്ങളെ ഒരു കോർഡിനേഷൻ അല്ലെങ്കിൽ ഏകോപനം ആവശ്യമാണ്. Thus we can say that coordination is not a simple function of management. അതുകൊണ്ട് തന്നെ പറയാം ഇതൊരു സിമ്പിൾ ഫങ്ഷൻ ഓഫ് മാനേജ്മെൻ്റ് അല്ല, ബട്ട് ഇറ്റ് ഈസ് ദ എസൻസ് ഓഫ് മാനേജ്മെൻറ്റ്. ഇത് മാനേജ്മെൻറ്റിൻ്റെ എസൻസ് തന്നെയാണ്, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് തന്നെയാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. ഏറ്റവും കോർഡിനേഷൻ എൻഷുവേഴ്സ് ദാറ്റ് പ്ലാൻസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ആർ അച്ചീവ്ഡ് വിത്ത് എ മിനിമം കോൺഫ്ലിക്റ്റ്.
കോൺഫ്ലിക്റ്റുകൾ ഇല്ലാതെ, അതായത് ഒന്നിലധികം ഡിപ്പാർട്ട്മെൻറ്റുകൾ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡിപ്പാർട്ട്മെൻറ്റുകൾ പരസ്പരം കോൺഫ്ലിക്റ്റുകൾ ഇല്ലാണ്ട്, ആശയവൈരുദ്ധ്യങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയുമ്പോൾ അവിടെ ഒരു നല്ല കോർഡിനേഷൻ ആണ് ആവശ്യം. അതുകൊണ്ട് തന്നെ കോർഡിനേഷൻ ഈസ് ദി